ഇന്ത്യയുടെ നാവിക ചരിത്രത്തിൽ പുതു അധ്യായം എഴുതി ചേർക്കുകയാണ് രണ്ട് നാവികസേന വനിതാ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ വർഷം ഗാന്ധി ജയന്തി ദിനത്തിൽ അവർ ഗോവൻ തീരത്ത് നിന്ന് ലോകം ചുറ്റാനിറങ്ങി. ഇന്ന് ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് അവർ തിരിച്ചെത്തുകയാണ്. വാസ്കോയിലെ മോൾ ജെട്ടിയിൽ വൈകിട്ട് 4 മണിക്ക് അവരെ സ്വീകരിക്കും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇരുവരെയും സ്വീകരിക്കുന്നത്. മലയാളിയെ സംബന്ധിച്ചും ഈ ചരിത്ര നിമിഷം ഏറെ ആഹ്ലാദകരമാണ്. കാരണം ആ രണ്ട് വനിതകളിൽ ഒരാൾ മലയാളിയാണ്. കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിനി ദിൽന കെ. ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയുമായിരുന്നു ഈ ചരിത്ര ദൗത്യത്തിന് കഴിഞ്ഞ വർഷം ഇറങ്ങി തിരിച്ചത്. ആദ്യമായിട്ടാണ് രണ്ട് ഇന്ത്യൻ വനിതകൾ പായ്വഞ്ചിയിൽ ലോകം ചുറ്റാനിറങ്ങിയത്. INS തരണി ആയിരുന്നു ആ പായ്വഞ്ചി. അവർ ആ പായ്വഞ്ചി തുഴഞ്ഞ് ഇന്ന് തീരം അണയുകയാണ്. 43,300 കിലോമീറ്ററാണ് ഈ ദൗത്യത്തിൽ അവർ പിന്നിട്ടത്. കടലിന്റെ പ്രക്ഷുബ്ധതയെ എല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചാണ് അവർ തിരിച്ചെത്തുന്നത്. വർഷം നീണ്ട പരിശീലനത്തിനൊടുവിലാണ് ഈ രണ്ടുപേരെയും ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത്. ആദ്യം നാവികസേന ഒരാളെ വിടാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ രണ്ടുപേരുടെയും പരിശീലനം പൂർത്തിയാക്കിയപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് വിടാൻ തീരുമാനിക്കുകയായിരുന്നു. നാവിക സാഗർ പരിക്രമ 2ന്റെ ഭാഗമായിട്ടാണ് ഇരുവരും ലോകം ചുറ്റാനിറങ്ങിയത്. 2017-18 സമയത്ത് നാവിക സാഗർ പരിക്രമ 1 നടന്നിരുന്നു. അന്ന് 6 വനിതകളായിരുന്നു പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയത്. അതും ചരിത്രമായിരുന്നു. ആ ചരിത്രം വീണ്ടും മറ്റൊരു ചരിത്രത്തിന് വഴിമാറുകയാണ്. 2 വനിതകൾ ആദ്യമായി ലോകം ചുറ്റാൻ ഇറങ്ങി, അതും പായ്വഞ്ചിയിൽ. അവർ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ സ്ത്രീകളുടെ ശക്തി പ്രകടനം തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ സ്ത്രീകൾ എത്തിപ്പെടുന്ന പുതിയ ഒരു നേട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് ഇന്ത്യക്ക് വലിയ പ്രചോദനമായി മാറും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ആ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ മാതൃഭൂമി ന്യൂസും നിങ്ങളോടൊപ്പം ചേരും. ലൈവ് വിവരങ്ങൾ ഗോവയിൽ നിന്ന് മാതൃഭൂമി ന്യൂസ് നൽകുന്നതായിരിക്കും.